നമസ്കാരം. ഒടുവിൽ ഇടതുപക്ഷത്തിലെ കരുത്തനായ കാരണവർ കണ്ണീരോടെ പടിയിറങ്ങും. കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ പാർട്ടിയോടോ കൂടെ നടന്ന് കുതുകാൽ വെട്ടിയ സഖാക്കളോടോ പരാതികളും പരിഭവവും ഇല്ലാതെ മരണം വരെ ചെങ്കൊടിയുടെ ആദർശം ഉരുക്കുമുഷ്ടിയിൽ മുറുകെ പിടിച്ച് സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കി. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശക്തമായ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച വിഷയമാണ് CPIM മുതിർന്ന നേതാവ് ജി സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ. UDF സ്ഥാനാർത്ഥിയാകുമെന്നോ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമെന്നോ പാർട്ടിയിൽ നിന്നകന്ന് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ആലോചിക്കുകയാണെന്നോ ഉള്ള വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായി. എന്നാൽ ഈ വാർത്തകൾക്ക് മറുപടിയായി നടത്തിയ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ജി സുധാകരൻ വ്യക്തവും ശക്തവുമായ നിലപാട് വ്യക്തമാക്കി. തനിക്കെതിരെ പ്രചരിക്കുന്ന പല വാർത്തകളും അടിസ്ഥാനരഹിതമാണെന്നും അവ സത്യാവസ്ഥയെ വളച്ചൊടിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുതിർന്ന നേതാവ് ജി സുധാകരൻ തുറന്നു പറയുകയും ചെയ്തു. ഇന്ന് 11 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ജി സുധാകരന്റെ നിർണായക പ്രഖ്യാപനമുണ്ടായത്. CPM ചരിത്രത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു നേതാവാണ് ജി സുധാകരൻ. പാർട്ടിയുടെ സംഘടനാ ഘടനയിലും സർക്കാർ സംവിധാനത്തിലും വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച അദ്ദേഹം പാർട്ടി ആശയങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ചെലവഴിച്ച വ്യക്തി എന്ന പേരും നേടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പുതിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടിയത്. എന്നാൽ തന്റെ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ വളരെ വ്യക്തമായി പറഞ്ഞത് ആരോടും താൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ്. അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന വാർത്തയും തികച്ചും തെറ്റാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ സ്വതന്ത്രനായി താൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു എന്ന വാർത്ത നിർണായകമാവുകയായിരുന്നു. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പാർട്ടിയുമായി തന്റെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ആരുടെയും നിർബന്ധത്താൽ അല്ല താൻ പാർട്ടിയിൽ ചേർന്നതെന്നും പാർട്ടിയുടെ പരിപാടികളും ആശയങ്ങളും ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കായി ജീവിച്ച വ്യക്തിയായതിനാൽ പാർട്ടിക്കെതിരെ സംസാരിക്കാനുള്ള സാഹചര്യം തനിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പാർട്ടിയിലും ചേരാനില്ല എന്ന പ്രഖ്യാപനം കൂടി നടത്തിയതോടെ അഭ്യൂഹങ്ങൾക്ക് അദ്ദേഹം ശക്തമായ മറുപടി നൽകി. എന്നാൽ രാഷ്ട്രീയപരമായി ഈ പ്രസ്താവനകൾക്ക് പിന്നിലെ സാഹചര്യം പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി CPM-നകത്ത് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്ന സൂചനകൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയുടെ നിലവിലെ നേതൃത്വ രീതികളോടും സംഘടനാ മാറ്റങ്ങളോടും ബന്ധപ്പെട്ട അസന്തോഷങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ജി സുധാകരന്റെ ചില പൊതുപ്രസ്താവനകളും അത്തരമൊരു ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റം ശക്തമായി നടക്കുകയാണ്. പഴയ തലമുറ നേതാക്കളിൽ പലരും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയോ പരിമിതമായ പങ്ക് മാത്രമേ വഹിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ പഴയ നേതാക്കളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പലപ്പോഴും വാർത്തകളിൽ വലിയ പ്രാധാന്യം നേടുന്നുണ്ട്. സുധാകരനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളും ഇതേ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത്. അതേസമയം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പാർട്ടി മാറ്റങ്ങൾ പലപ്പോഴും വലിയ വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് UDF-ലേക്ക് അല്ലെങ്കിൽ മറിച്ചു നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ പലപ്പോഴും വലിയ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരനെ കുറിച്ചുള്ള ഇത്തരം അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും വലിയ ചർച്ചാ വിഷയമായി മാറി. എന്നാൽ ഇന്നത്തെ വാർത്താ സമ്മേളനം ആ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ വിരാമമിട്ടു. സുധാകരന്റെ പ്രസ്താവനയിൽ വ്യക്തമായി കാണുന്നത് പാർട്ടിയോടുള്ള വ്യക്തിപരമായ അടുപ്പവും വികാര ബന്ധവുമാണ്. പാർട്ടിക്കായി ജീവിച്ച ആളാണ് ഞാൻ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ചുരുക്കം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇതോടെ വിവാദങ്ങൾ പൂർണ്ണമായി അവസാനിക്കുമോ എന്നത് ചോദ്യം തന്നെയാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങളും രാഷ്ട്രീയ ചർച്ചകളും പലപ്പോഴും പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഇന്നത്തെ വിശദീകരണം ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെങ്കിലും പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. സമഗ്രമായി വിലയിരുത്തുമ്പോൾ ജി സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഒരു വ്യക്തിഗത വിശദീകരണം മാത്രമല്ല, അത് കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ സാഹചര്യങ്ങളുടെ പ്രതിഫലനം കൂടിയാണ്. രാഷ്ട്രീയ ജീവിതം മുഴുവൻ ഒരു പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച നേതാവെന്ന നിലയിൽ ജി സുധാകരൻ നൽകിയ വിശദീകരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തിരിച്ചറിവിനെ വീണ്ടും ഉറപ്പിക്കുന്നതാണ്. അതേസമയം പാർട്ടിയുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ഭാവി മാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് തിരഞ്ഞെടുപ്പിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ വിവാദം കുറച്ചുകാലം കൂടി ചർച്ചാ വിഷയമായി തുടരുക തന്നെ ചെയ്യുമെന്നതാണ് യാഥാർത്ഥ്യം.